എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് അങ്കമാലി തുറവൂരായിട്ടാണ്. ഇവിടെ 9 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂമിന്റെ പുതിയൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആ വീട് പരിചയപ്പെടാം. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ. വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി, യുവർ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ. വടക്കോട്ട് ദർശനമായി ഒരു കൊളോണിയൽ ശൈലിയിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ ഒരു വീട് ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കും. ഫോൾഡബിൾ ആയ വലിയ ഗേറ്റുകൾ കടന്ന് വീടിന്റെ മുറ്റത്തേക്ക് കടന്നാൽ ബാംഗ്ലൂർ സ്റ്റോണുകൾ പാകി അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ പാകി മനോഹരമാക്കിയ മുറ്റവും മുറ്റത്തിന്റെ ഒരു ഭാഗത്തായി മുറ്റത്തിന്റെ ഭംഗി ഒട്ടും ചോരാത്ത വിധം ഡിസൈൻ വർക്കുകൾ ചെയ്ത ഒരു കിണറും നമുക്ക് കാണാം. 3-4 വാഹനങ്ങൾ അനായാസം പാർക്ക് ചെയ്യാവുന്ന ഈ വലിയ മുറ്റം കൂടാതെ കവേർഡ് പാർക്കിങ്ങിനായി വലിയ SUV വാഹനങ്ങൾ പോലും അനായാസം കയറി ചെല്ലാവുന്ന വിധത്തിലുള്ള വലിയ ഒരു കാർ പോർച്ചും നമുക്കിവിടെ കാണാം. വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോയാൽ സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല രീതിയിൽ ഇന്റീരിയർ സീലിംഗ് വർക്കുകൾ ചെയ്ത ലിവിംഗ് ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. 12.91 അടി നീളവും 11.78 അടി വീതിയും വരുന്ന ലിവിങ്ങിനെ 152.05 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോയാൽ വലിയൊരു ഡൈനിങ് ഏരിയ. 3000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ താഴെ നിലയിലെ 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ്, മുകളിലേക്കുള്ള സ്റ്റെയറുകളുടെ തുടക്കം, കിച്ചണിലേക്കുള്ള എൻട്രൻസ് എന്നിവയെല്ലാം വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോണിലായി നല്ല ഒരു വാഷ് ഏരിയയും ഒരുക്കിയിരിക്കുന്നു. 22.95 അടി നീളവും 11.84 അടി വീതിയും വരുന്ന ഡൈനിങ്ങിന്റെ വിസ്തീർണം 271.72 സ്ക്വയർ ഫീറ്റ് ആണ്. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ കടക്കുന്നത് കിച്ചണിലേക്കാണ്. ഒരു മോഡുലാർ കിച്ചൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം നല്ല രീതിയിൽ മൾട്ടിവുഡിൽ ഇന്റീരിയർ ചെയ്ത ഒരു കിച്ചൺ. 13.52 അടി നീളവും 10.33 അടി വീതിയും വരുന്ന കിച്ചണിന് വേണ്ടി 139.66 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ഈ മെയിൻ കിച്ചണോട് ചേർന്ന് നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു സെക്കൻഡ് കിച്ചണും ഒരുക്കിയിരിക്കുന്നു. നല്ല ഒരു വാഷ് ഏരിയയും ആലുവ പുകയില അടുപ്പും എല്ലാം ഒരുക്കിയിട്ടുള്ള ഈ ഒരു സെക്കൻഡ് കിച്ചണിന്റെ നീളം 10.35 അടിയും വീതി 8.93 അടിയും വിസ്തീർണം 92.42 അടിയുമാണ്. സെക്കൻഡ് കിച്ചണിൽ നിന്ന് വീടിന്റെ പുറകുവശത്തേക്ക് ഇറങ്ങാം. പുറകുവശത്തായി ഒരു സെർവന്റ് ടോയ്ലറ്റും പുറകുവശത്ത് മുറ്റത്ത് ഒരു അലക്കുകല്ലും എല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇനി ഈ വീടിന്റെ ബെഡ്റൂം കാഴ്ചകളിലേക്ക് പോയാൽ ഈ വീട്ടിലെ 5 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സഹിതം നല്ല മൾട്ടിവുഡ് കബോർഡുകൾ സഹിതമാണ് വരുന്നത്. താഴെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം എടുത്തു നോക്കിയാൽ നല്ല വലിയ കബോർഡുകൾ, പ്രീമിയം ഹൈജീൻ ലുക്ക് തരുന്ന ബാത്റൂമുകൾ, ഇത്തരം കാഴ്ചകളാണ് ഇവിടെ ഏത് ബെഡ്റൂമിലും നമ്മളെ കാത്തിരിക്കുന്നത്. 13.79 അടി നീളവും 10.03 അടി വീതിയും 142.03 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും 1ാമത്തെ ഈ ബെഡ്റൂമിന് വരുമ്പോൾ 13.98 അടി നീളവും 10.63 അടി വീതിയും 148.6 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും 2ാമത്തെ ഈ ബെഡ്റൂമിന് വരുന്നു. ഇനി ഈ വീടിന്റെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോയാൽ സ്റ്റെയറുകൾ കയറി നമ്മൾ എത്തുന്നത് വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട വീടുകളിൽ വെച്ച് ഏറ്റവും വലിയ അപ്പർ ലിവിംഗ് ഏരിയ. L ഷേപ്പിൽ കിടക്കുന്ന ഈ അപ്പർ ലിവിംഗ് ഏരിയ ഒറ്റയടിക്ക് അളക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. L ഷേപ്പിലുള്ള ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയുടെ ഫസ്റ്റ് പോർഷന്റെ നീളം വരുന്നത് 23.72 അടിയും വീതി 11.66 അടിയുമാണ്. വിസ്തീർണം ഏകദേശം 276.57 സ്ക്വയർ ഫീറ്റും വരും. അപ്പർ ലിവിംഗിന്റെ സെക്കൻഡ് പോർഷന്റെ നീളം വരുന്നത് 18.07 അടിയും വീതി 11.76 അടിയും വിസ്തീർണം 212.5 സ്ക്വയർ ഫീറ്റുമാണ്. അങ്ങനെ മൊത്തം 488 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. മുകളിലെ 3 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ്, യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള എൻട്രൻസ്, ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് എന്നിവയെല്ലാം വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നുമാണ്. ഏതാണ്ട് താഴെ കണ്ടതിന് സമാനമായ വലിപ്പമുള്ള 2 ബെഡ്റൂമുകളും താരതമ്യേന ചെറുതായ ഒരു കിഡ്സ് ബെഡ്റൂമുമാണ് മുകളിലത്തെ നിലയിൽ വരുന്നത്. മുകളിലത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ താഴെ കണ്ടതുപോലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം സഹിതമുള്ള 13.79 അടി നീളവും 10.28 അടി വീതിയും വരുന്ന 141.76 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും വരുന്ന ബെഡ്റൂം. ഇതിന് സമാനം തന്നെയാണ് മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമും.
13.92 അടി നീളവും 10.63 അടി വീതിയും 147.96 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവുമാണ് ഇതിന് വരുന്നത്. മുകളിലെ മൂന്നാമത്തതും ഈ വീട്ടിലെ അഞ്ചാമത്തതുമായ ഈ ബെഡ്റൂമാണ് നമ്മൾ നേരത്തെ കണ്ട 4 ബെഡ്റൂമുകളിൽ നിന്ന് അല്പം വ്യത്യാസം. മറ്റു ബെഡ്റൂമുകളെ അപേക്ഷിച്ച് വലിപ്പം കുറഞ്ഞ ഒരു ബെഡ്റൂം. 10.52 അടി നീളവും 10.31 അടി വീതിയും 108.46 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും വരുന്ന ഈ ഒരു ബെഡ്റൂമിനെ കിഡ്സ് ബെഡ്റൂം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. ഓപ്പൺ ടെറസ് ഏരിയയെ ഷീറ്റ് വർക്ക് ചെയ്ത് നല്ല മനോഹരമായ ഫ്ലോറിംഗ് എല്ലാം ചെയ്ത് നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ആക്കി ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യങ്ങളും നല്ല ഒരു ഹാൻഡ് വാഷ് ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയും ഈ വീട് നമുക്ക് സമ്മാനിക്കുന്നു. ഇനി ഈ വീടിന്റെ ഇലക്ട്രിക് പ്ലംബിംഗ് സെക്ഷനിലേക്ക് പോയാൽ 3 ഫേസ് കണക്ഷൻ വരുന്ന വീടിന്റെ MCB, ELCB എന്നിവ L&T എന്ന കമ്പനിയുടെയും, സ്വിച്ചുകൾ എലിസ് എന്ന ബ്രാൻഡിന്റെയും, കേബിളുകൾ ഫിനോലെക്സ് എന്ന ബ്രാൻഡിന്റെയുമാണ്. പ്ലംബിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റാർ, സെറ, ടൈറിച്ച് എന്ന ബ്രാൻഡുകളുടെ ഫിറ്റിങ്ങുകളാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി മുഴുവനായി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 9 സെന്റ് സ്ഥലത്തിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂം വരുന്ന ഈ വീട്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതിന്റെ വില വിവരങ്ങളായിരിക്കും. സോ ഈ ഒരു പ്രോപ്പർട്ടി അങ്കമാലി തുറവൂരാണ്. RC ചർച്ച്, അമ്പലങ്ങൾ ഇതെല്ലാം അടുത്തുള്ളൊരു ഏരിയ ആണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് വരുന്നത്. അതുപോലെ അങ്കമാലി ഗിഫ്റ്റ് സിറ്റി, മെട്രോൻ്റെ എക്സ്റ്റൻഷൻ, അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഈ വലിയ ഒരു പ്രോപ്പർട്ടിക്ക് 9 സെൻറ്റ് 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 1,35,00,000 രൂപയാണ്. ഡ്രീംസ് ലാൻഡിൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, ഡ്രീംസ് ലാൻഡിൻ്റെ ക്ലയൻസിന് എന്തായാലും ഒരു നെഗോസിയേഷൻ പോസിബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട്, നല്ല നല്ല വീടുകൾ പരിചയപ്പെടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ആവശ്യങ്ങൾക്കും, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാം ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.